Meet the editors. പേടിപ്പിച്ച് ചാടിച്ചോ എന്നതാണ് ചോദ്യം. ചർച്ചയിലേക്ക് എത്താം. ജിമ്മി, ഇപ്പോൾ സാബു ജേക്കബ് എന്തിന് NDAയിൽ പോയി എന്നതിന് ഒരു ഉത്തരം നമ്മുടെ വാർത്തയായിട്ട് തന്നെയാണ് പുറത്തു വന്നത്. ED പലതവണ നോട്ടീസ് നൽകിയിരുന്നു. ഓരോ തവണയും സാബുവിൻ്റെ പാർട്ടിയും കേരളത്തെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പതിറ്റാണ്ടിൽ കേരളം കണ്ട ഒരു വലിയ രാഷ്ട്രീയ പരീക്ഷണമായിരുന്നു അന്ന അലൂമിനിയം കമ്പനിയുടെ നേതൃത്വത്തിൽ ഒരു ഗ്രാമത്തെ ദത്തെടുക്കുന്നു. ആ ഗ്രാമത്തെ ദത്തെടുക്കുക മാത്രമല്ല, ഞാൻ ആ സ്ഥലത്ത് പോയിട്ടുണ്ട്. 1 രൂപയ്ക്ക് പാല് കിട്ടുക, അങ്ങനെയൊക്കെയുള്ള വളരെ ആളുകളെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകളിൽ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റുകൾ തുറന്ന സാധനങ്ങൾ കൊടുക്കുന്ന ഒരു വലിയ പരീക്ഷണമായിരുന്നു. അതിനുശേഷം 2015 2020 രാഷ്ട്രീയ പാർട്ടിയായ തെരഞ്ഞെടുപ്പിൽ തദ്ദേശത്തിൽ മത്സരിക്കുന്നത്. അന്ന് ആദ്യം കിഴക്കമ്പലം പിടിച്ചെടുത്തുകൊണ്ടാണ് കേരളത്തിൽ വാർത്തയിൽ ഇടം നേടുന്നത്. 2020 ആകുമ്പോഴേക്കും 4 പഞ്ചായത്തുകൾ പിടിച്ചെടുത്ത് കേരളത്തിലെ അവിടെയുള്ള വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളെ വെല്ലുവിളിക്കുകയാണ് സാബു ജേക്കബ് ചെയ്തത്. ഒരു വലിയ ജനകീയ പ്രസ്ഥാനമായി നീക്കമായി മാറുന്നു. CPM-ഉം കോൺഗ്രസും ഒക്കെ നോക്കി നിൽക്കുന്ന അവസ്ഥയുണ്ടായി. ഈ സ്ഥലങ്ങളിലൊക്കെ അവർ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അവരുടെ ഫുട് പ്രിൻറ്റ്സ് വ്യാപിപ്പിക്കും എന്ന ഒരു സാധ്യതയായിരുന്നു നമ്മളപ്പോൾ കണ്ടിരുന്നത്. 2025 ഈ തദ്ദേശത്തിൽ പക്ഷേ അങ്ങനെയല്ല. അതിനു മുമ്പ് നടന്ന 2021 നിയമസഭാ മത്സരത്തിൽ ഇപ്പോഴും നമുക്കറിയാവുന്നതുപോലെ ഇത്തരം ചെറിയ പാർട്ടികൾക്ക് തദ്ദേശത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ അത് നിയമസഭ വരുമ്പോഴേക്കും അവർ അപ്രസക്തരാവാറാണ് പതിവ്. പക്ഷേ സാബു ജേക്കബിൻ്റെ പാർട്ടി അങ്ങനെയല്ല അവർക്ക് സംഭവിച്ചത്. അവർ വളരെ ശക്തമായി എറണാകുളം ജില്ലയിൽ 8 നിയമസഭാ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ നിർത്തി. അതിൽ കോൺഗ്രസിൻ്റെ ശക്തിദുർഗമായ എറണാകുളത്ത് കോൺഗ്രസിനെ ബുദ്ധിമുട്ടിക്കുക മാത്രമല്ല പലയിടത്തും തോൽപ്പിക്കുക കൂടി ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഉദാഹരണത്തിന് കുന്നത്തുനാട് 42,000 വോട്ട് പിടിച്ചുകൊണ്ടാണ് UDF-ൻ്റെ സ്ഥാനാർത്ഥിയെ അവിടെ അമ്പയെ പരാജയപ്പെടുത്തി ഒരു മൂലയിലാക്കിയത്. 2,500 വോട്ടിനാണ് ശ്രീനിജൻ LDF-ൻ്റെ സ്ഥാനാർത്ഥി അവിടെ ജയിച്ചത്. അവിടെ 42,000 വോട്ടാണ് 2020 സ്ഥാനാർത്ഥിക്ക്. അതുപോലെ തന്നെയാണ് വൈപ്പിലിൽ LDF ജയിക്കുന്നത്, CPM ജയിക്കുന്നത് 8,200 വോട്ടിനാണ്. അവിടെ 16,000 വോട്ട് പിടിച്ചു 2020. കോതമംഗലത്ത് 6,605 വോട്ടിൻ്റെ ലീഡിൽ LDF ജയിക്കുമ്പോൾ 7,978 വോട്ടാണ് അവിടെ 2020 പിടിച്ചിരിക്കുന്നത്. അങ്ങനെ 3 മണ്ഡലങ്ങളിൽ UDF-ൻ്റെ സാധ്യതകളെ തകിടം മറിച്ചുകൊണ്ട് UDF-നെ തോൽപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പെരുമ്പാവൂരും കൊച്ചിയും തൃക്കാക്കരയും എറണാകുളത്തും UDF ജയിച്ചു. പക്ഷേ UDF-നെ വിറപ്പിക്കുന്ന രീതിയിലുള്ള പ്രകടനമാണ് 2020 കാഴ്ചവെച്ചത്. 2021 തെരഞ്ഞെടുപ്പ് വളരെ ഡിസിസീവായിട്ടുള്ള അവരുടെ നീക്കമായിരുന്നു. കോൺഗ്രസിൻ്റെ UDF-ൻ്റെ ശക്തി ദുർഗത്തിൽ അവരെ പോയി പരാജയപ്പെടുത്തുകയും അവരുടെ പരാജയത്തിനുള്ള എല്ലാ ഒരുക്കങ്ങൾ ചെയ്യുകയും അവർ ജയിച്ച സ്ഥലങ്ങളിൽ അവരുടെ ഭൂരിപക്ഷം കുറയ്ക്കുകയും ചെയ്ത ഒരു സംവിധാനമാണ് 2020. കേരള ചരിത്രത്തിൽ നമ്മൾ അങ്ങനെ ഒരു തേർഡ് ഫ്രണ്ട് BJP-യെ പോലും നമ്മളങ്ങനെ കണ്ടിട്ടില്ല. എന്താണ് കാരണം? UDF-ൻ്റെ വോട്ട് ബേസ് തന്നെയാണ് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും, മിക്കവാറും എന്ന് ഞാൻ പറയുള്ളൂ, മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും 2020-യുടെയും വോട്ട് ബേസ്. അത് ക്രിസ്ത്യാനികൾ, ജാതിപരമായി മതപരമായി പറഞ്ഞാൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമാണ്. രാഷ്ട്രീയമായി പറഞ്ഞാൽ കോൺഗ്രസ് മൈൻഡുള്ള ആളുകളാണ്. അവരെയാണ് സാബു ജേക്കബിൻ്റെ പാർട്ടി തൂത്തുവാരിക്കൊണ്ട് പോയത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതൃത്വത്തിന് വളരെ വലിയ വിരോധവുമായിരുന്നു ഇവർക്കെതിരെ. CPM പിന്നീട് വന്നു ചേർന്നതാണ്. അങ്ങനെയുള്ള ഒരു പാർട്ടി ഇപ്പോൾ എന്തിന് BJP-യോടൊപ്പം ചേരുന്നു എന്നുള്ളതൊരു വലിയ അത്ഭുതമായ കാര്യമാണ്. കാരണം BJP അപ്രസക്തമായൊരു ജില്ലയാണ് എറണാകുളം. ഇതേ പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്തും കോതമംഗലത്തും കുന്നത്തുനാടും മൂവാറ്റുപുഴയിലും നമ്മൾ നേരത്തെ കണക്ക് പറഞ്ഞ സ്ഥലങ്ങളിൽ അവിടെ 10,000 വോട്ട് തികച്ചില്ല BJP-ക്ക്. വൈപ്പിലും തൃക്കാക്കരയിലും പെരുമ്പാവൂരിലും 15,000-നും താഴെയും. അപ്പോൾ BJP-യുമായി ചേർന്നുകൊണ്ട് എന്താണ് പ്രയോജനം? ഈ 1 ചേർത്താൽ 2 എന്നുള്ളത് കണക്കിലേ ഉണ്ടാവുകയുള്ളൂ. രാഷ്ട്രീയ ഗോതയിൽ തെരഞ്ഞെടുപ്പുകളിൽ BJP-യുടെ വോട്ട് ബേസ് വേറെയാണ്. UDF-ൽ നിന്ന് ആളുകളെ സമാഹരിച്ച് 2020 കെട്ടിപ്പൊക്കിയ വോട്ട് ബേസ് വേറെയാണ്. ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ അങ്ങനെ തന്നെ BJP-യോട് കൈകോർത്താൽ പോവുകയും ചെയ്യും. ജാതി മത പരിഗണനകൾ മാറ്റി നിർത്തിയാലും UDF മൈൻഡുള്ള ആളുകൾ BJP-യുമായി ചേരുന്ന ഒരു പാർട്ടിയോടൊപ്പം ചേരുമോ? വളരെ വലിയ അത്ഭുതമാണ്. അങ്ങനെ നടക്കാൻ സാധ്യതയില്ല. ചുരുക്കത്തിൽ BJP-യുമായി ചേർന്ന് BJP-യുടെയും 2020-യുടെയും വോട്ടുകൾ ഒന്ന് ചേർന്നാലും ഒരു കാരണവശാലും വിജയത്തിലേക്ക് എത്താൻ സാധ്യതയില്ലാത്തൊരു സാഹചര്യം. എന്നുമാത്രമല്ല, ഈ രാഷ്ട്രീയ പരീക്ഷണത്തിലേക്ക് 2020-യുടെ അവരുടെ പ്രഖ്യാപന നിലപാടുകളിലേക്ക് BJP-യുമായി അവർ കൈകോർക്കുമ്പോൾ ഉള്ള വോട്ടുകൾ കൂടി പോകാനുള്ള സാധ്യതയും. അതുകൊണ്ടാണ് സാബു ജേക്കബ് അന്ന് രാവിലെ ഈ പാർട്ടി NDA-യുമായി കൈകോർക്കുന്നു, BJP-യുമായി കൈകോർക്കുന്നു കേട്ടപ്പോൾ ആരും വിശ്വസിച്ചില്ല. കാരണം രാഷ്ട്രീയമായി അത് ആത്മഹത്യാപരമാണെന്നുള്ളത് കണക്ക് നോക്കുന്ന എല്ലാവർക്കും, പ്രാദേശിക രാഷ്ട്രീയം നോക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. വേണമെങ്കിൽ ഒരു കാര്യം നമുക്ക് പറയാം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും വാശിയോടുകൂടി LDF-ഉം UDF-ഉം ഒരുമിച്ച്
2020 കയറി നിന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2 പഞ്ചായത്തുകളിൽ 2020 അവർ പിടിച്ചിരുന്ന 4 പഞ്ചായത്തുകളിൽ 2 പഞ്ചായത്ത് അവർ തോറ്റു എന്നുള്ളത് വസ്തുത തന്നെയാണ്. പക്ഷേ ഐക്യനാടും കിഴക്കമ്പലവും അവർ നിലനിർത്തി. തോറ്റത് 2 കുന്നത്താട് വഴുവന്നൂരും. പക്ഷേ LDFിൻ്റെ കയ്യിലിരുന്ന തിരുവാണിയൂർ പിടിച്ചു. പൂത്തൃക്കയിൽ നെറ്റിനൊക്കെ വന്നു, അവസാനം ടോസിൽ ജയിച്ചു. ഇത്രയൊക്കെ ഉണ്ട്. പക്ഷേ അതുകൊണ്ടെന്താ, LDFും UDFും ചേർന്നിട്ടും 2 പഞ്ചായത്തുകൾ നിലനിർത്തുകയും 2 പഞ്ചായത്തുകൾ ജയിക്കുകയും ചെയ്ത ഒരു സംവിധാനമാണ്. അപ്പോൾ കരുത്ത് ചോർന്നിട്ടില്ല. UDFും LDFും ചേർന്നാലും കരുത്ത് ചോരില്ല എന്ന് തെളിയിച്ച തിരഞ്ഞെടുപ്പ് കൂടിയല്ലേ. ഞാൻ മറക്കുന്നില്ല, ബ്ലോക്ക് പഞ്ചായത്ത് അവർക്കുണ്ടായിരുന്ന ഒരെണ്ണം തോറ്റു എന്നുള്ളത്. പക്ഷേ രാഷ്ട്രീയം അങ്ങനെയാണ്. അപ്പോൾ സ്വന്തമായി ഒരു എക്സിസ്റ്റൻസ് ഉള്ള ഇത്തവണ സാബു ജേക്കബിന് അവകാശപ്പെടുന്ന 12% വോട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിർത്തി, അത് കൊല്ലം മുതൽ പാലക്കാട് വരെയുള്ള സ്ഥാനത്ത് നിർത്തി ഞങ്ങൾ 12% വോട്ട് പിടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിലെ ഒരു പുതിയ രാഷ്ട്രീയ പരീക്ഷണം 3 തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോൾ 2015-ലും 2020-ലും 2025-ലും തദ്ദേശം കഴിയുമ്പോൾ അവർ ഇവിടെ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു. മറ്റുള്ളവരെല്ലാം തോൽപ്പിക്കാൻ ഒരുമിച്ച് കൂടിയിട്ടും 2021-ൽ UDFിൻ്റെ സാധ്യതകളെ തകിടം മറിക്കുന്ന രീതിയിലേക്ക് എത്തി. ഇത്രയൊക്കെയുള്ള ഒരു പാർട്ടി എന്തിനാണ് BJPയിൽ കൊണ്ടുപോയി അവരുടെ രാഷ്ട്രീയ അസ്തിത്വം കൊണ്ടുവയ്ക്കുന്നത്, ഒരു ഭാഗ്യ പരീക്ഷണത്തിന് പോകുന്നത്? അവിടെയായിരുന്നു എല്ലാവർക്കും സംശയം. ആ സംശയത്തിന് കൂടുതൽ കരുത്ത് പകരുന്നതാണ് സാബു ജേക്കബിൻ്റെ കമ്പനിക്ക് ഇപ്പോൾ EDയുടെ ഭാഗത്തു നിന്ന് നോട്ടീസ് വന്നിരിക്കുന്നു പറയുന്നത്. അദ്ദേഹം ആ വാർത്ത തള്ളുന്നില്ല. പക്ഷേ പറയുന്നത് അത് വെറും സ്വാഭാവിക നോട്ടീസാണ്. ആ നോട്ടീസിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ആയിക്കോട്ടെ, സ്വാഭാവിക നോട്ടീസാണെന്ന് സാബു ജേക്കബ് പറഞ്ഞാൽ അതിനെ മുഖവിലയ്ക്ക് തൽക്കാലം ഒരു വാദത്തിന് വേണ്ടി എടുത്തു തന്നിരിക്കട്ടെ. പക്ഷേ ഇന്ത്യയുടെ ചരിത്രം അതല്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ 2014 ശേഷം ED പ്രതിപക്ഷ പാർട്ടികൾക്ക് കൊടുത്ത നോട്ടീസുകളുടെ എണ്ണം 90% കൂടിയിരിക്കുന്നത്. അതാണ് കണക്ക്. ED വേട്ടപ്പട്ടിയെ പോലെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം രാഷ്ട്രീയ പാർട്ടികളെയും രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും വിടാതെ പിന്തുടരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. സാബു ജേക്കബിൻ്റെ സംവിധാനം എന്തെങ്കിലും ED പിടിക്കേണ്ടതായ എന്തെങ്കിലും കള്ളം കാണിച്ചെന്നോ ഇല്ലെന്നോ അല്ല. EDയുടെ നോട്ടീസ് വന്നു. അതിനുശേഷം രാഷ്ട്രീയമായി യാതൊരു തരത്തിലുള്ള യുക്തിയുമില്ലാത്ത, തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ അസ്തിത്വം കൂടുതൽ കുഴപ്പമാകാൻ സാധ്യതയുള്ള, ഒറ്റയ്ക്ക് നിന്നിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി മാറാമായിരുന്നൊരു സാഹചര്യം കളഞ്ഞു കുളിച്ചിട്ട് BJPയുടെ പാളയത്തിൽ പോയി ചേർന്ന് എന്തിനാണ്? രാഷ്ട്രീയമായ ആത്മഹത്യയായ തീരുമാനത്തിൻ്റെ പിന്നിൽ EDയുടെ വിരട്ടുണ്ടോ? സാബു ജേക്കബിൻ്റെ പാർട്ടി ശരിയാണെങ്കിൽ, സംവിധാനം ശരിയാണെങ്കിലും കമ്പനി ശരിയാണെങ്കിൽ പോലും ED വിരട്ടിയതായിക്കൂടെ എന്നാണ് നമ്മുടെ സംശയം. അതിലെന്തിനാണ് അദ്ദേഹം ക്ഷോഭിക്കുന്നത്? സാബു ജേക്കബിൻ്റെ സംവിധാനം എന്തെങ്കിലും മോശം കാണിച്ചതായി ഇതുവരെ പറഞ്ഞില്ലല്ലോ. EDയുടെ നോട്ടീസിനെ കുറിച്ചാണ് പറഞ്ഞത്. EDയുടെ പരിപാടി അതാണ്. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ എത്രയോ ഉദാഹരണങ്ങളുണ്ട്, എത്രയോ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. NCPയിലെ 2 പ്രധാനപ്പെട്ട നേതാക്കൾ അജിത് പവാറും ഛഗൻ ഭുജ്ബലും, ഇവർ 2 പേരും EDയുടെ അന്വേഷണം വന്ന് ED ഇപ്പോൾ പിടിക്കുന്നതായപ്പോഴത്തേക്കും ഒരാൾ നേരെ പോയി മഹാരാഷ്ട്ര BJP ശിവസേന സഖ്യത്തിൽ പോയി ചേർന്നു. അജിത് പവാർ NCP ഒരു കർഷകത്തെ അങ്ങനെ തന്നെ പൊളിച്ചുകൊണ്ടുപോയി. ഛഗൻ ഭുജ്ബൽ നേരെ പോയി ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയിൽ പോയി ചേർന്നു. ഇത് 2 നമ്മുടെ മുമ്പിലുള്ള സാഹചര്യമല്ലേ? അത് പകൽ പോലെ വ്യക്തമായിരുന്നില്ലേ? അതുപോലെ തന്നെയാണ് അശോക് ചവാൻ മഹാരാഷ്ട്രയിൽ തന്നെ കോൺഗ്രസിൽ നിന്ന് ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ അശോക് ചവാൻ നേരെ പോയി BJP. എന്താ കാരണം? ആർക്കും അറിയില്ല. ഇത് ഇന്ത്യയിൽ നമ്മൾ എത്രയോ കാലമായി കാണുന്ന കാഴ്ചയാണ്. ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ ഇങ്ങനെ തന്നെ പോയതാണ്. കേസ് വരുന്നു, ശാരദാ ചിറ്റ് ഫണ്ട് ആയിരുന്നു, ശാരദാ ചിറ്റ് ഫണ്ട് വരുന്നു, കേസ് വരുന്നു, അപ്പോൾ തന്നെ അപ്പുറത്ത് പോയി ചേരുന്നു. പിന്നെ മിണ്ടാട്ടോ ഇല്ല. ഏറ്റവും ശക്തമായ സ്വരമായിരുന്നു, ഷാർപ്പായിട്ടുള്ള ക്രിട്ടിക്കായിരുന്നു. അദ്ദേഹം പോയില്ലേ? സുവേന്ദു അധികാരി, അതും TMCയിൽ നിന്ന് BJPയിലേക്ക് പോയത് നാരദയുടെ സ്റ്റിംഗ് ഓപ്പറേഷനിൽ കുടുങ്ങിയ ശേഷമാണ്. പിന്നെ ആ കേസിനെ കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? വേണ്ട. ഞാനിപ്പോൾ ഈ വായിച്ച ഏതെങ്കിലും കേസുകളെക്കുറിച്ച്, ആ കേസിലെ ഈ EDയുടെയും CBIയുടെയും നീക്കത്തെക്കുറിച്ച് പിന്നെ കേട്ടിട്ടുണ്ടോ? ഇവരാരെങ്കിലും പിന്നെ ഒരു ദിവസമെങ്കിലും ജയിലിൽ പോയിട്ടുണ്ടോ? ഇല്ല. അവിടെയാണ് EDയെ ഒരു ടൂളായി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഇന്ത്യയിലുണ്ടെന്ന ഒരു സംശയവുമില്ലാതെ എല്ലാവർക്കും മനസ്സിലാകുന്ന സ്ഥിതിയുണ്ട്. അവിടെയാണ് ഒരു തരത്തിലും നമുക്കൊരു യുക്തിയുമില്ലാത്ത, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ അശോക് ചവാൻ കോൺഗ്രസിൽ നിന്ന് നേരെ BJPയായി മാറുന്ന, സുവേന്ദു അധികാരിയൊക്കെ പെട്ടെന്ന് കളം മാറുന്ന പോലെ ഒരു രാഷ്ട്രീയമായ ഒരു ലോജിക്കുമില്ലാത്ത ഒരു സാഹചര്യം പോലെ കേരളത്തിൽ സ്വന്തമായ എക്സിസ്റ്റൻസ് ഉള്ള, ഈ കഴിഞ്ഞ തദ്ദേശത്തിൽ 12% വോട്ട് നേടിയ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ വിറപ്പിച്ച, 3 തോൽപ്പിച്ച, ഇത്തവണ തദ്ദേശത്തിൽ CPMൻ്റെ കയ്യിൽ നിന്ന് LDFൻ്റെ കയ്യിൽ നിന്നൊരു പഞ്ചായത്ത് പിടിച്ചെടുത്ത ഒരു സംവിധാനം എന്തിനാണ് അവർക്ക് ഒറ്റയ്ക്ക് നിന്നാൽ നേടാവുന്ന കരുത്ത് BJPയുടെ മുമ്പിൽ കൊണ്ടുപോയി അടിയറ വയ്ക്കുക എന്നുള്ളത്? സാഹചര്യ തെളിവുകളാണ് നമ്മളിവിടെ പറയുന്നത്. അത് ശരിയാവാം, തെറ്റാവാം, അല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. പക്ഷേ എന്തായാലും നോട്ടീസ് ഉണ്ടല്ലോ, പലതവണ നോട്ടീസ് ഉണ്ടല്ലോ. ഇങ്ങനെ തന്നെയാണ് ED പല കാലത്തും പല ആളുകളിലും നേതാക്കന്മാരെയും പാർട്ടികളെയും വളഞ്ഞു പിടിച്ചിട്ടുള്ളത്.
ഇനി ഇത് ശരിയായാലും തെറ്റായാലും 2020 ഉദയക്രിയയാണ് ഈ കഴിഞ്ഞ ആഴ്ച നടന്നത്. 2020 രാഷ്ട്രീയ അസ്തിത്വം അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നോക്കിക്കോളൂ. അത് നേരത്തെ ഇല്ലാതാകാൻ പോകുന്ന എല്ലാ സാഹചര്യവുമുണ്ട്. BJP മധ്യ തിരുവിതാംകൂറിൽ തികച്ച് 15,000 വോട്ട് ഒരിടത്തും പിടിക്കാത്ത, എറണാകുളം ജില്ലയിൽ പ്രത്യേകിച്ച് പിടിക്കാത്ത ഒരു സംവിധാനം, ആ സംവിധാനത്തിൻ്റെ അടുത്ത് പോയി സ്വന്തം കരുത്ത് അടിയറ വെച്ചതുകൊണ്ട് 2020 രാഷ്ട്രീയമായി ഒരു നേട്ടവുമില്ല. പിന്നെ എന്തിന് സാബു ജേക്കബ് ഇതെല്ലാം നിഷേധിക്കുന്നെങ്കിൽ എന്തിനാണ് BJPയുമായി ചേർന്നുകൊണ്ടുള്ള രാഷ്ട്രീയ നേട്ടം? എന്താണ് 2020 കൂടെ നിൽക്കുന്ന ആരും ഒരു കൺവിൻസിംഗ് ആയിട്ടുള്ള രാഷ്ട്രീയം മനസ്സിലാകുന്ന ഒരാൾക്കും ബോധ്യമാകുന്ന ഒരു ഉത്തരം പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ചോദ്യം അവിടെ തന്നെ നിൽക്കും. എന്തൊക്കെ പറഞ്ഞാലും എന്തിന് മധ്യ തിരുവിതാംകൂറിൽ കരുത്തലയിച്ച ഒരു സംവിധാനം, ഒരു പാർട്ടി BJPയുടെ പാളയത്തിൽ പോയി? തീർച്ചയായും ഞാനും അതിനോട് യോജിക്കുകയാണ്. പേടിപ്പിച്ച് ചാടിച്ചോ എന്ന ചോദ്യത്തിന് അതിനാണ് സാധ്യത എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള സാഹചര്യം എന്നുള്ളതാണ്. ഇപ്പോൾ എങ്ങനെയാണ് ഈ പാർട്ടി രൂപീകരിക്കപ്പെടുന്നത്? ഈ 2020 എന്ന പാർട്ടി ഒരു സമാന്തര സർക്കാരായി, അല്ലെങ്കിൽ ഇവിടെ നിലവിലുള്ള ഒരു ഭരണ സംവിധാനത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമാന്തരമായ ഒരു ഭരണ സംവിധാനമായി മാറുകയായിരുന്നു. ഈ പറഞ്ഞ സൗജന്യങ്ങൾ നൽകിക്കൊണ്ട് നമുക്ക് ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിയുടെ ഒരു മോഡൽ എന്ന് തോന്നിക്കാവുന്ന രീതിയിൽ അത് വന്നു. പക്ഷേ ഇത് സൗജന്യം എന്നൊക്കെ പറഞ്ഞാൽ 1 രൂപയ്ക്ക് എന്നൊക്കെ പറഞ്ഞാൽ സാധനങ്ങൾ കൊടുക്കുന്ന രീതിയിൽ അങ്ങനെ വലിയ രീതിയിൽ ആളുകളെ തന്നെ അടുപ്പിക്കുന്നു. ആളുകൾക്ക് വലിയ ബഹുമാനവും ഇങ്ങനെ ഒരു സംവിധാനത്തോടുള്ള പ്രതീക്ഷയും നൽകി. കാരണം അവിടെ ആ സംവിധാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ പാവപ്പെട്ട സ്ത്രീകൾ കുറേ പേര് ഇവരുടെ ജീവനക്കാരായി വരുന്നുണ്ട്. അവർക്കൊക്കെ 25,000 മുതൽ വരെ ശമ്പളം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ശമ്പളം കിട്ടുന്നവർ കൂടിയാണ് ഇതിന്റെ ഭാഗമായി നിൽക്കുന്നത്, ഈ സംവിധാനത്തിൽ 2020യുടെ ഭാഗമായി നിൽക്കുക. അപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘം, അതിൽ സ്ത്രീകളടക്കം ഉള്ളവരുണ്ട്. അവരെ സംബന്ധിച്ച് അവർക്കൊരു ജീവിക്കാൻ അവരുടെ ജീവിത നിലവാരം ഉയർത്തിയ ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തിനൊപ്പം ചേർന്നിരുന്നത്. ഇത് ഈ പറയുന്ന കിഴക്കമ്പലം കുന്നത്തുനാട് ബേസ് ചെയ്ത് വന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനം നോക്കുമ്പോൾ ഈ പ്രദേശത്തിന്റെ പ്രത്യേകതകൾ കൂടി നമ്മൾ പരിശോധിച്ചു പോകേണ്ടതുണ്ട്. അവിടെ ഒരു ക്രിസ്ത്യൻ മെജോറിറ്റി പ്രദേശമാണ്. അത് യാക്കോബായ സഭയുടെ ആസ്ഥാനമുള്ള പുത്തൻ കുരിശൊക്കെയുള്ള പ്രദേശം. യാക്കോബായ സഭാകാരൻ തന്നെയാണ് ഈ സാബു ജേക്കബ്. അതുകൊണ്ട് തന്നെ ഈ സഭയിലേക്കും ഒരു സ്വാധീനം ചെലുത്താൻ ഈ തരത്തിൽ 2020 ആയിട്ടുണ്ട്. അതാണ് ഇതുവരെയുള്ള ആ സംവിധാനത്തിൻ്റെ നിലനിൽപ്പിന് അടിസ്ഥാനമായിട്ടുള്ളത്. പിന്നെയുള്ളത് കുറച്ച് മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് മുസ്ലിം വിഭാഗങ്ങളും ചില മേഖലകൾ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഇവരെയൊക്കെ തന്നെയും സ്വാധീനിക്കാൻ ഒരു ഘട്ടം വരെയും 2020 കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഒരു UDF പ്രദേശമായിരുന്നു. UDF പ്രദേശത്ത് എന്ന് പറയുമ്പോൾ കോൺഗ്രസ് പ്രദേശമായിരുന്നു. കോൺഗ്രസിൽ നിന്നുള്ള വോട്ടുകളാണ് പൂർണ്ണമായും 2020 പോവുകയും വലിയ രീതിയിൽ കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്തത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDF ഒന്നാമത് വരുന്നു, 2020 രണ്ടാമത്, മൂന്നാമതേ LDF വരുന്നുള്ളൂ. ഇതാണ് അവിടുത്തെ ഒരു നില. അപ്പോൾ ഈ രൂപത്തിൽ പോവുകയായിരുന്നു. അവിടുത്തെ മതേതര ഹിന്ദുക്കളടക്കം അവിടുത്തെ നമുക്കറിയാം, നേരത്തെ അവിടെ ആരാണ്? TH മുസ്തഫയായിരുന്നു MLA. TH മുസ്തഫ 10-30 വർഷത്തോളം അവിടെ തുടർന്ന ഒരു MLA ആണ്. അവിടെ TH മുസ്തഫ നിൽക്കുമ്പോൾ അവിടെ ഈ പറയുന്ന ക്രിസ്ത്യൻ ഭൂരിപക്ഷം ഉണ്ടായിട്ടും അവരും മതേതര സ്വഭാവത്തോടു കൂടി അദ്ദേഹത്തിന് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. ആ നിലയ്ക്ക് ഒരു മതേതര സ്വഭാവം സൂക്ഷിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. പക്ഷേ ആ പ്രദേശത്ത് ഈ സൗജന്യങ്ങളുടെ വരവോടുകൂടി ഒരു പെട്ടെന്നൊരു ഒരു തകിടം മറയലുണ്ടായി. അതാണ് സാബു ജേക്കബിൻ്റെ വരവ്. അത് വലിയ രീതിയിൽ ഈ 2 മുന്നണികളെയും വിറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അതിനുശേഷം ഇപ്പോൾ സംഭവിച്ചത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വാഴക്കുളം, മഴുവന്നൂർ, കുന്നത്തുനാട്, പുത്തൻകുരിശ്, പുത്രിക്ക, ഇതിൽ പുത്രിക്ക മാത്രം ടോസിൽ, നേരത്തെ പറഞ്ഞതുപോലെ ടോസിൽ ഈ പറയുന്ന ഇവർക്ക് കിട്ടുന്നു, 2020 കിട്ടുന്നു. കിഴക്കമ്പലവും ഐക്യനാടും തിരുവാണിയൂരും 2020 കിട്ടുകയാണ്. അപ്പോൾ 2020 കഴിഞ്ഞ തവണ കിട്ടിയതിൽ നിന്നും നഷ്ടം സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇനി NDAക്ക് വലിയ വോട്ടില്ല. NDAക്ക് 8,000-ഓളം വോട്ടുകളെ അവിടെ ഉള്ളൂ. പക്ഷേ ഈ പറഞ്ഞ സാബു ജേക്കബിനുള്ള 40,000-ൽ പരം വോട്ടും ഈ NDAയുടെ വോട്ടും ചേർന്നാൽ ഒരു മാറ്റമുണ്ടാക്കാം എന്നാണ് NDA പ്രതീക്ഷിക്കുന്നതെന്ന് വേണം കരുതാം. ഇനി CPMന്റെ കഥ നോക്കിയാണ്. കുന്നത്തുനാട്ടിൽ 21 മെമ്പർമാരിൽ 1 മെമ്പർ മാത്രമേ CPMനുള്ളൂ. വാഴക്കുളത്ത് 24 മെമ്പറിൽ 4 മെമ്പർമാരെ CPMനുള്ളൂ. മഴുവന്നൂരിലത് 21-ൽ 5 പുത്രിക്കയിൽ 16-ൽ 2 തിരുവാണിയൂരിൽ വോട്ടുണ്ട്, പക്ഷേ മെമ്പർമാരുടെ എണ്ണം വെറും 5 പുത്തൻകുരിശിലാണ് കുറച്ചുകൂടി അംഗങ്ങളുള്ള 8 പേർ. ഇതാണ് CPMന്റെ നില. ഇവിടെയാണ് ഇപ്പോൾ സാബു ജേക്കബ് ഈ പറയുന്ന ക്രിസ്ത്യൻ വോട്ടും ഈ പറയുന്ന മുസ്ലിം വോട്ടും ഒക്കെ ശേഖരിച്ചു കൊണ്ടുവന്ന ഒരു മാറ്റം, അത് NDAയിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഒരുപാട് പ്രവർത്തകർ അതിൽ നിന്നും പിൻവാങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് പോയി, അതായത് കോൺഗ്രസിൽ നിന്ന് പോയവർ തിരിച്ചു കോൺഗ്രസിലേക്ക് പോയിട്ടുണ്ട്. അത് മിക്കവാറും മുസ്ലിം ന്യൂനപക്ഷത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ NDA വിരുദ്ധമായൊരു നിലപാട് അവിടെ ആ ഒരു മണ്ഡലത്തിലുണ്ടാകുമ്പോൾ അത് തിരിച്ചു തന്നെ UDFിലേക്ക് പോകുന്നതിൻ്റെ ആത്മവിശ്വാസം കോൺഗ്രസ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നുണ്ട്. LDFിനെ സംബന്ധിച്ചും ആശ്വാസമാണ്. ഇപ്പോൾ ഈ NDAയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതുവരെ സാബു ജേക്കബിന് അവിടെ ഉണ്ടായിരുന്ന ഒരു സംവിധാനം ഇത് നിലനിർത്താൻ പറ്റില്ല. അപ്പോൾ സാബു ജേക്കബിനെ സംബന്ധിച്ച് 2020 എന്ന രാഷ്ട്രീയ സംവിധാനം നിലനിർത്തുകയാണോ
അതോ അദ്ദേഹത്തിന് ബിസിനസ് സാമ്രാജ്യം നിലനിർത്തുകയാണോ എന്ന ചോദ്യം വരുമ്പോൾ ബിസിനസ് സാമ്രാജ്യമാണോ ഒന്നാമത് നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ED യുടെ നോട്ടീസ് കിട്ടിയപ്പോഴേക്കും 1 തവണയല്ല 3 തവണ നോട്ടീസ് കിട്ടിയെന്നുള്ളതാണ്. 3 തവണയും അദ്ദേഹം ഹാജരായിട്ടില്ല. അപ്പോൾ ഹാജരായിട്ടില്ല, തനിക്ക് നോട്ടീസ് കിട്ടിയെന്ന കാര്യം അദ്ദേഹം പറയുമ്പോഴും ഇങ്ങനെ ക്ഷോഭത്തോടെ പ്രതികരിക്കേണ്ട കാര്യമില്ല. ED വരാൻ മാത്രം കുഴപ്പങ്ങൾ ചെയ്തു എന്ന് നമ്മൾ കണ്ടെത്തിയിട്ടില്ല. അത് ഇനി ED കണ്ടെത്തുമോ, ഇനി ED ഇവിടെ വെച്ച് ഫുൾ സ്റ്റോപ്പ് ഇടുമോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ ഏറ്റവും കൗതുകരമായ കാര്യം. ED നോട്ടീസ് കൊടുത്താൽ ഇനി പഴങ്കഥയാവുകയും അദ്ദേഹം ഇന്ത്യയുടെ ഭാഗമായി നമ്മൾ കണ്ടതാണല്ലോ. മോദി വന്നപ്പോൾ മുൻനിരയിൽ മോദിക്കൊപ്പം ഉണ്ടായിരുന്നു, മോദി ചേർത്ത് പിടിക്കുന്നുണ്ടായിരുന്നു. ആ രൂപത്തിലേക്ക്, ആ രാഷ്ട്രീയ സഖ്യത്തിലേക്ക് വരാനുണ്ടായ കാരണം പേടിച്ചിട്ടാണോ എന്നുള്ളതാണ് ചോദ്യം. അത് നമ്മുടെ മുന്നിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഹിമന്ത ബിശ്വാസൊക്കെ ഇപ്പോൾ അസമിൽ നടത്തുന്ന പ്രതികരണം, ഏറ്റവും വർഗീയമായ പ്രസംഗങ്ങൾ നടത്തുന്ന BJPയുടെ ഏറ്റവും നാവായി മാറിയിരിക്കുന്ന ഹിമന്ത ആദ്യം ആരായിരുന്നു? കോൺഗ്രസ് ആയിരുന്നു. പിന്നെ അജിത് പവാറിൻ്റെ അടക്കമുള്ള ഉദാഹരണങ്ങൾ, ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആ ഉദാഹരണങ്ങളൊക്കെ അവിടെ നിൽക്കുന്നു. അജിത് പവാർ ഉപമുഖ്യമന്ത്രിയായിരുന്നു മഹാരാഷ്ട്രയിലെ. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അജിത് പവാറിനെതിരെ EW കേസെടുത്തിരിക്കുന്നു. പിന്നാലെ EDയും നടപടി തുടങ്ങി. 2019 NCP പുലർത്തിക്കൊണ്ട് അദ്ദേഹം NDAയിൽ ചേർന്നത്. പിന്നീട് കേസുമില്ല, ഒരു പരിശോധനയുമില്ല, എല്ലാം അവസാനിക്കുന്നു. സുവേന്ദു അധികാരിയും ബംഗാളിലെ പ്രതിപക്ഷ നേതാവാണ്. നാർദ സ്റ്റിംഗ് ഓപ്പറേഷൻ കേസിൽ 11 തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം പ്രതിയായിരുന്നു സുവേന്ദു അധികാരി. അദ്ദേഹവും BJPയിലേക്ക് പോയി. അതിനുശേഷം കുറ്റപത്രത്തിൽ നിന്ന് സുവേന്ദുവിൻ്റെ പേര് ഒഴിവാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പ്രഫുൽ പട്ടേലുണ്ട്. അദ്ദേഹം NCPയുടെ രാജ്യസഭാ MP ആയിരുന്നു. കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രിയായിരിക്കുകയാണ്. എയർ ഇന്ത്യ 111 വിമാനങ്ങൾ വാങ്ങിയതിലും ഇന്ത്യൻ എയർലൈൻസ് ലയനത്തിലും അഴിമതി നടന്നു ആരോപിച്ച CBIയും EDയും അന്വേഷണം ആരംഭിച്ചത്. പിന്നീട് മുന്നണിയുടെ ഭാഗമായതിന് പിന്നാലെ ഈ കേസുകൾ മരവിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ കേസുകൾ മരവിപ്പിച്ച ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതോടുകൂടി തന്നെ ഇപ്പോൾ ഈ പറയുന്ന EDയുടെ അന്വേഷണവും ഈ നോട്ടീസ് മേലുള്ള നടപടിയും ഇവിടെ അവസാനിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ആ ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അത് നമ്മുടെ മുന്നിൽ ഒരു ചോദ്യമായി അവിടെ നിൽക്കുക തന്നെ ചെയ്യും. പക്ഷേ രാഷ്ട്രീയമായി അദ്ദേഹത്തിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് അദ്ദേഹം എന്തായാലും ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഈ CPMന്റെ കയ്യിൽ നിന്നും ഒരു സീറ്റ് പിടിച്ചെടുക്കുന്നു. LDFും UDFും ഒരുമിച്ച് ഈ പാർട്ടിക്കെതിരെ നിലകൊള്ളുന്നു. അതുകൊണ്ട് BJP അങ്ങനെ ഒരു വാദമുണ്ട്. അങ്ങനെ ആയിക്കൂടെ? അങ്ങനെ ആവില്ലല്ലോ. വോട്ടർമാരുടെ സ്വഭാവം, വോട്ടർമാർ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണല്ലോ പ്രധാനം. വോട്ടർമാർ ഇതുവരെ പ്രകടിപ്പിച്ച രീതികളാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിനി പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം, ഇപ്പം പറഞ്ഞ ഈ ശമ്പളത്തിൽ നിൽക്കുന്ന കുറച്ച് പേരുണ്ടെന്ന് പറഞ്ഞല്ലോ, അവരൊരു പക്ഷേ മനസ്സ് അപ്പുറത്തായിട്ടുണ്ടെങ്കിൽ പോലും നിൽക്കേണ്ട ഒരു അവസ്ഥ, അതായത് ഈ ഇത്രയും പണം നിൽക്കുന്നു എന്നുള്ളൊരു അവസ്ഥയിൽ ചിലപ്പോൾ നിൽക്കുമായിരിക്കും. അതല്ലാതെ വോട്ടർമാരിലൊക്കെ ഒരു ഇളക്കമുണ്ട്, അല്ലെങ്കിൽ അണികളായി നിന്നവർക്ക് ഇളക്കമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായ ബോധ്യം. കുറേ പേരെങ്കിലും അങ്ങോട്ട് പോയി എന്നുള്ള വാർത്തയും നമ്മൾ നൽകുന്നുണ്ട്. ഇനി അതിൻ്റെ ഒഴുക്ക് കൂടുമോ, അത് ഇവിടെ നിൽക്കാനുള്ള മറ്റെന്തെങ്കിലും തന്ത്രങ്ങളിലേക്ക് അദ്ദേഹം പോകുമോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കാം. പിടിപ്പിച്ച് ചടിച്ചോ, ചർച്ച തുടരാം. സുനിൽ എന്താണ് തോന്നുന്നത്? പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ പറഞ്ഞൊരു കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഒരു വാഷിംഗ് മെഷീൻ കഥയാണ്. അതായത് BJPയുടെ കയ്യിൽ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട്. ആ വാഷിംഗ് മെഷീന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അഴിമതി ആരോപണം നേരിടുന്ന അല്ലെങ്കിൽ അഴിമതി കേസുകൾ നേരിടുന്ന പ്രതിപക്ഷ നേതാക്കൾ BJPയിലേക്ക് എത്തിയാൽ അവരെ വാഷിംഗ് മെഷീനിൽ ക്ലീൻ ചെയ്യും. അവർ പിന്നെ ഭയങ്കര പരിശുദ്ധരായ നേതാക്കളായി മാറും. ആ ഒരു വാഷിംഗ് മെഷീൻ ലക്ഷ്യം വെച്ചാണ് സാബു ജേക്കബ് NDAയിലേക്ക് എത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമുക്കറിയാം, സാബു ജേക്കബ് BJPയിലേക്കോ അല്ലെങ്കിൽ NDAയിലേക്കോ മാറിയതുകൊണ്ട് കേരളത്തിൽ BJPക്ക് അങ്ങനെ വലിയ നേട്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് സാബു ജേക്കബിനെ പേടിപ്പിച്ച് NDAയിൽ എത്തിച്ചതല്ല, സാബു ജേക്കബ് പേടിച്ച് NDAയിലേക്കോ അല്ലെങ്കിൽ BJPയുടെ പാളയത്തിലേക്കോ പോയതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് നമുക്ക് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നമുക്ക് കഴിഞ്ഞ 2014 ശേഷം നമ്മൾ ദേശീയ രാഷ്ട്രീയത്തിലെ ഒരു സാഹചര്യം പരിശോധിച്ചാൽ 25 പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കളാണ് BJPയിൽ പോയത്. ആ 25 പേരും കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കേസുകളിൽ പ്രതികളാണ്. ED കേസുകളിലായിക്കോട്ടെ, CBI കേസുകളിലായിക്കോട്ടെ. പല പേരുകളും ഇപ്പോൾ ജിമ്മിയും സ്മൃതിയും ഇവിടെ ചൂണ്ടിക്കാണിച്ചതാണ്. അതിൽ പലരും എത്ര കോടികളുടെയാണ്. ഇപ്പോൾ ഈ അജിത് പവാറിന്റെ കാര്യം എടുത്താൽ തന്നെ 30,000 കോടി രൂപയുടെ അഴിമതിയാണ് അജിത് പവാറിനെതിരെയുള്ളത്. അതുപോലെ തന്നെ പ്രഫുൽ പട്ടേലിന്റെ പേരിലുള്ളത് 38,000 കോടി രൂപയുടെ എയർ ഇന്ത്യ അഴിമതി കേസാണ് പ്രഫുൽ പട്ടേലിനെതിരെയുള്ളത്. ആ കേസ് CBI പിൻവലിച്ചു. അതുപോലെ സുവേന്ദു അധികാരി ശാരദാ ചിട്ടി തട്ടിപ്പ് കേസിൽ, അതുപോലെ ഹിമന്ത ബിശ്വാ ശർമ്മ എന്ന് പറയുന്നത് അസമിലെ തരുൺ ഗൊഗോയുടെ വലങ്കൈയായിരുന്നു. അസമിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന തരുൺ ഗൊഗോയുടെ വലങ്കൈയായിരുന്നു ഹിമന്ത് ബിശ്വാ ശർമ്മ എന്ന് പറയുന്നത്. 2016
ഹിമന്ത് ബിശ്വ ശർമ്മ BJP-യിൽ ചേർന്നതിന് പിന്നാലെ അന്ന് മാധ്യമപ്രവർത്തകർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായോട് ചോദിച്ചു, അന്ന് BJP അധ്യക്ഷൻ കൂടിയായ അമിത്ഷായോട് ചോദിച്ചു, ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയുണ്ട്, അവിടെ ജലവിതരണ പദ്ധതിയിലും അഴിമതി നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ അഴിമതി കേസുകളിലൊക്കെ ഇനി അന്വേഷണം ഉണ്ടാവുമോ, ആ കേസൊക്കെ അവസാനിപ്പിക്കുമോ എന്ന് അന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ എല്ലാം അന്വേഷിക്കും, ശക്തമായ നടപടിയെടുക്കും എന്നൊക്കെയാണ് അമിത്ഷാ അന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. പക്ഷേ എന്തുണ്ടായി? ഹിമന്ത ബിശ്വ ശർമ്മ അസമിലെ ഏറ്റവും പവർഫുള്ളായ, ഇന്ന് BJP-യിലെ ഏറ്റവും പവർഫുള്ളായ മുഖ്യമന്ത്രിയാണ്. ഹിമന്ത ബിശ്വ ശർമ്മയെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് മുക്ത വടക്കുകിഴക്കൻ സംസ്ഥാനം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് BJP മുന്നോട്ട് പോകുന്നത്. ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവ്, പേര് ഞാൻ പറയുന്നില്ല, BJP-യിൽ ചേർന്ന ശേഷം ഇതുപോലെ BJP-യെ നിയന്ത്രിക്കുന്ന ദേശീയ തലത്തിലെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ കാണാൻ പോയപ്പോൾ ഒരു കഥയുണ്ട്. ഫണ്ട് വേണമെങ്കിൽ സംഘടിപ്പിക്കാം, അപ്പൊ ഫണ്ടൊന്നും സംഘടിപ്പിക്കേണ്ട, എത്ര ഫണ്ട് വേണമെങ്കിൽ അങ്ങോട്ട് തരാം എന്ന് പറഞ്ഞാണ് ആ നേതാവിനെ യാത്രയച്ചതെന്നാണ് BJP-ക്കുള്ളിലെ തന്നെ ഒരു കഥ. അപ്പൊ ഇതാണ് ദേശീയ രാഷ്ട്രീയത്തിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. BJP-ക്ക് പുറത്തു നിൽക്കുന്ന ഏതെങ്കിലും നേതാക്കൾ, അത് പ്രതിപക്ഷ പാർട്ടിയിലെ നേതാക്കളായിക്കോട്ടെ, എത്ര കോടി രൂപയുടെ അഴിമതി ആയിക്കോട്ടെ, അവർ BJP-യിലെത്തിയാൽ ആ അഴിമതി കേസുകളെല്ലാം വാഷ് ഔട്ടായി പോവും, ആ അഴിമതി കേസുകളെല്ലാം അപ്രത്യക്ഷമാകും, അവരെല്ലാവരും പരിശുദ്ധ നേതാക്കളാകും, ഏറ്റവും ക്ലീൻ ഇമേജ് ഉള്ള നേതാക്കളാകും. അതാണ് ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത്. നോക്കൂ, ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയുണ്ട്. ഈ MSME സെക്ടർ, പ്രത്യേകിച്ച് ചെറുകിട വ്യവസായ മേഖലകൾ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉൽപാദന മേഖല കൃഷിയാണ്. രണ്ടാമത്തെ മേഖല എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽ സെക്ടറാണ്. ഈ ടെക്സ്റ്റൈൽ സെക്ടറിൽ നമുക്കറിയാം GST നടപ്പാക്കിയതിന് ശേഷം വലിയ പ്രതിസന്ധിയാണ്. ഇന്ത്യയിലെ ഈ 2020 മുതൽ 2025 വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ഏതാണ്ട് 75,000 MSMEകൾ പൂട്ടിപ്പോയിട്ടുണ്ട്. 7.5 ലക്ഷത്തിലധികം ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾ ഇപ്പോൾ പൂട്ടിപ്പോകും എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ സാബുവും ജേക്കബിനെ നമ്മൾ വിലയിരുത്തേണ്ടത്. കടുത്ത പ്രതിസന്ധിയാണ് ഈ MSME സെക്ടർ എല്ലാം നേരിടുന്നത്. സ്വാഭാവികമായും നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ, അല്ലെങ്കിൽ വ്യവസായവുമായി മുന്നോട്ട് പോയാൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് സാബുവും ജേക്കബിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ കേരളത്തിൽ UDF-നെതിരെയും പിന്നീട് LDF-നെതിരെയും ഒക്കെ തന്നെ ഒരു പരസ്യ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നത്. യഥാർത്ഥത്തിൽ CSR പ്രോജക്റ്റ് ആയിരുന്നു അത്. അതിന്റെ ഭാഗമായി ഒരു പാർട്ടി തന്നെ ഉണ്ടാക്കുന്നു. ആ പാർട്ടി തന്നെ ഉണ്ടാക്കി അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെ വെല്ലുവിളിക്കുന്നു. കേരളം വ്യവസായ സൗഹൃദമല്ല എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നു. നേരെ പോയത് തെലങ്കാനയിലേക്കാണ്. അവിടെ BRS എന്ന് പറയുന്ന പാർട്ടിക്ക് 25 കോടി രൂപയാണ് സംഭാവന നൽകിയത്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കൊടുത്ത കണക്കാണ് കേട്ടോ. 25 കോടി രൂപയാണ് BRS എന്ന് പറയുന്ന പാർട്ടിക്ക് കിറ്റെക്സ് സംഭാവനയായി നൽകിയത്. അപ്പോ അങ്ങനെ പണം കൊടുത്ത് ഓരോ നിക്ഷേപം നടത്താനുള്ള നീക്കം നടത്തുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ചെറുകിട വ്യവസായ മേഖല എന്തുകൊണ്ടാണ് പ്രതിസന്ധിയിലായത്? അത് BJP സർക്കാരിന്റെ സാമ്പത്തിക നയം കൊണ്ടാണ്. ഈ സാമ്പത്തിക നയം കൊണ്ട് ഇന്ന് ആകെ ഗുണമുള്ളത് വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്ക് മാത്രമാണ്. അദാനിക്കും അംബാനിക്കും പോലുള്ള വലിയ കമ്പനികൾക്ക് മാത്രമാണ് ഇന്ന് രാജ്യത്ത് നിലനിന്ന് പോകാൻ പറ്റുന്നത്. ചെറുകിട സംരംഭങ്ങളെല്ലാം പൂട്ടിപ്പോവുകയാണ്. ആ അർത്ഥത്തിൽ ആ മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യവസായി എന്ന നിലയിൽ ആ ഒരു ഒറ്റുകാരന്റെ ഒരു സമീപനം കൂടിയാണ് സാബുവും ജേക്കബ് ഇപ്പോൾ NDA-യിലേക്ക് ചേർന്നതിലൂടെ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു നിലപാടെന്ന് പറയുന്നത്. അപ്പോൾ രാഷ്ട്രീയമായി നോക്കിയാൽ അദ്ദേഹം എടുത്തിരിക്കുന്ന തീരുമാനം എന്നത് സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വ്യവസായവും അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഒരു സംരക്ഷണം കവചമാകാൻ അദ്ദേഹത്തിന് BJP-യുടെ സംരക്ഷണം വേണം, അല്ലെങ്കിൽ ദേശീയ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംരക്ഷണം വേണം, സർക്കാരിന്റെ സംരക്ഷണം വേണം. സ്വാഭാവികമായും ഇപ്പോ NDA-യിൽ ചേരുന്നതാണ് ഗുണം. അപ്പോൾ NDA-യിൽ ചേർന്നാൽ ഇപ്പോൾ ED നോട്ടീസ് വന്നു എന്ന് പറയുന്നു. അപ്പോൾ ED നോട്ടീസ് വന്നു എന്ന് സാബുവും ജേക്കബ് തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചല്ലോ. അപ്പോൾ അതൊരു സാധാരണ നടപടിക്രമമാണെന്നൊക്കെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഈ മടിയിൽ കനമുള്ളവനല്ലേ ഈ പേടിക്കേണ്ട കാര്യമുള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെ സാബുവും ജേക്കബ് ഇപ്പോ NDA-യിലേക്ക് ചേരുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ടാകും. അതുകൊണ്ട് ഇപ്പോ കഴിഞ്ഞ 2014 ശേഷം BJP-യിലേക്കോ NDA-യിലേക്കോ പോയ നേതാക്കളൊക്കെ തന്നെ പിന്നീട് ക്ലീൻ ഇമേജുള്ള നേതാക്കളായി മാറിയതുപോലെ സ്വാഭാവികമായും ഇദ്ദേഹത്തിനും അങ്ങനെ മാറാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അല്ലാതെ രാഷ്ട്രീയമായി സാബുവും ജേക്കബിനെ കൂടെ നിർത്തിക്കൊണ്ട് BJP-ക്ക് എന്ത് നേട്ടമാണ് കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയുക?
ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എറണാകുളത്ത് ഒരു ചെറിയ പ്രദേശത്ത് കുറച്ച് വോട്ടുകൾ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിയും എന്നതിനപ്പുറത്ത് ബി.ജെ.പിക്ക് കേരള രാഷ്ട്രീയത്തിൽ മുന്നേറാൻ സാബു എം ജേക്കബിന്റെ എന്തെങ്കിലും പിന്തുണ കൊണ്ട് സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് ഇത് സാബു എം ജേക്കബിനെ പേടിപ്പിച്ച് എൻ.ഡി.എയിലേക്ക് കൊണ്ടുവന്നതല്ല. മറ്റു പല സംസ്ഥാനങ്ങളിലെയും പോലെ ഇത് അദ്ദേഹം പേടിച്ചു പോയി എൻ.ഡി.എയിൽ ചേർന്ന ഒരു സാഹചര്യമാണ്. അവിടെ രണ്ട് വിഷയമുണ്ട്. ഒരു സ്വന്തം സെക്ടറിലുള്ള, സ്വന്തം MSME സെക്ടറിലുള്ള മറ്റ് വ്യവസായികളെയൊക്കെ തന്നെ ഒറ്റുകൊടുത്ത ഒരു വ്യവസായി കൂടിയായി സാബു എം ജേക്കബ് ഇവിടെ മാറുകയാണ്. മാത്രമല്ല ഇവിടെ അദ്ദേഹത്തിന്റെ കൂടെ നിന്നിട്ടുള്ള മുഴുവൻ ആളുകളോടും ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ വഞ്ചന കൂടിയാണ്. വലിയൊരു രാഷ്ട്രീയ നയമൊന്നും മുന്നോട്ട് വെച്ചുകൊണ്ടെന്നല്ല, അരാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് സാബു എം ജേക്കബ് കേരള രാഷ്ട്രീയത്തിൽ ഒരു മുന്നോട്ട് വരാനൊക്കെ തന്നെ ശ്രമിച്ചത്. പക്ഷേ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമൊന്നും വലിയ തോതിൽ വിജയിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ചെറിയ പ്രദേശത്ത് അദ്ദേഹം പണം കൊടുത്ത് നിർത്തിയിട്ടുള്ള കുറെ ആളുകൾ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നു എന്നതിനപ്പുറത്ത് വലിയൊരു പിന്തുണയൊന്നും അല്ലെങ്കിൽ വലിയൊരു മുന്നേറ്റമൊന്നും അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും തന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഈ ഏറ്റവും ഒടുവിലത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ തന്നെ, അതിന്റെ ഫലം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പക്ഷേ അസംബ്ലിയിലൊക്കെ തന്നെ കുറച്ച് വോട്ടൊക്കെ പിടിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് കേരളത്തിൽ എന്ത് മുന്നേറ്റമാണ് സാബു എം ജേക്കബിലൂടെ ബി.ജെ.പിക്ക് ഉണ്ടാക്കാൻ പോകുന്നത്? അതുകൊണ്ട് ഇത് അദ്ദേഹം പേടിച്ചു പോയി ബി.ജെ.പിയിൽ ചേർന്നതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹത്തിന് മറയ്ക്കാൻ കുറെ കാര്യങ്ങൾ ഉണ്ടാകും. അതിന്റെ ഒരു സംരക്ഷണത്തിന് ബി.ജെ.പിയെ പോലെ എൻ.ഡി.എ പോലെ ഒരു രാഷ്ട്രീയ സംവിധാനത്തിന്റെ മറ അദ്ദേഹത്തിന് അത്യാവശ്യമാണ്. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ തന്ത്രപരമായ ഒരു സമീപനം സ്വീകരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. കേരളത്തിലാണെങ്കിൽ ബി.ജെ.പിയിലേക്ക് ആര് വന്നാലും വരട്ടെ എന്നതാണ് ബി.ജെ.പിയുടെ നിലപാട്. ഇപ്പോ എൻ.ഡി.എ സഖ്യകക്ഷിയായ രാംദോസ് അത്താവലെ പിണറായി വിജയനത്തിന് എൻ.ഡി.എയിലേക്ക് വിളിക്കുകയാണ്. അതാണ് അവരുടെ ഒരു സമീപനം എന്ന് പറയുന്നത് കേരളത്തിൽ എന്ന് പറയുന്നത്. അപ്പം ആ നിലയിൽ ആര് വന്നാലും വരട്ടെ എന്നതാണ് ബി.ജെ.പിയുടെ കേരളത്തിലെ നിലപാട്. പക്ഷെ രാഷ്ട്രീയമായി എന്തെങ്കിലും ഗുണം ബി.ജെ.പിക്ക് ഇതുകൊണ്ട് ഉണ്ടാകില്ല. അത് ഗുണം ഉണ്ടാവുന്നത് സാബു എം ജേക്കബിന് മാത്രമാണ്. ശരി, പേടിപ്പിച്ച് ചാടിച്ചാണോ? ഇന്ന് രാവിലെ റിപ്പോർട്ടർ TV ഒരു വാർത്ത ബ്രേക്ക് ചെയ്യുന്നു. ED നോട്ടീസിനെ പേടിച്ചിട്ടാണ് ബി.ജെ.പിയിലേക്ക് സാബു ജേക്കബിൻ്റെ പാർട്ടി 2020 പോയതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനത് വാർത്ത നോർമലി കണ്ട് പോയതാണ്. ഉച്ചയ്ക്ക് ശേഷം ഞാൻ നോക്കുമ്പോൾ എന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പള്ളു പറയുന്നു. പത്രസമ്മേളനം വിളിച്ചിട്ട് 3 മണിക്ക് ഒരു അരമണിക്കൂർ നമ്മളെ നല്ല രീതിയിൽ പള്ളു പറയാണ്. എന്നാൽ ഇതെന്താ? സാബു ജേക്കബിനെ നമുക്ക് അറിയാവുന്നതുകൊണ്ടും സാബു ജേക്കബിൻ്റെ ശൈലി അറിയാവുന്നതുകൊണ്ടും സാബു ജേക്കബ് എന്താണെന്ന് നമുക്ക് നല്ല ധാരണയുള്ളതുകൊണ്ടും നമ്മൾ അത്രയും അപ്പുറത്തേക്ക് പോയിട്ടില്ല. കാരണം അതേ രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണെന്നും ബിസിനസ്സുകാരൻ എങ്ങനെയാണെന്നും നല്ല രീതിയിൽ നോക്കിക്കണ്ട ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ബിസിനസ് വിരോധി അല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ബിസിനസ്സിലേക്കൊന്നും പോകാൻ ഇതുവരെ, കാരണം റിപ്പോർട്ട് TV തുടങ്ങിയിട്ട് 3 വർഷമായല്ലോ, ഇതുവരെ നമ്മൾ റീവാമ്പ് ചെയ്തിട്ട് അവരൊരു കമ്പനിക്കെതിരെ വാർത്ത കൊടുക്കുകയോ അല്ലെങ്കിൽ കമ്പനിയുടെ വാർത്തയ്ക്കെതിരെ പോകുന്നു നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷേ ഞാനൊരു ബിസിനസ്സുകാരനായിട്ട് അയാളെ കാണുന്നത് അതുകൊടുത്തുകൂടി ഒരു നല്ല ഒരു രാഷ്ട്രീയക്കാരനായി വളർന്നു വരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാനതേ കണ്ടിട്ടുള്ളത്. ഒരു പഞ്ചായത്ത് 2 പഞ്ചായത്ത് 4 ആക്കാൻ ശ്രമിക്കുന്നു, MLA സീറ്റിലേക്ക് അല്ലെങ്കിൽ MP സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു, ഒരു പാർട്ടിനെ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് ആ വഴിക്ക് വിട്ടതാണ്. ഞാൻ നോക്കാം നമ്മുടെ ഈ പള്ളിങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മളിത് എന്തിനാണ് വിട്ടുകൊടുക്കുന്നത്, എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഒരു സിസ്റ്റം എന്നുള്ളത് അന്വേഷിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ 3 മണിക്ക് ശേഷം ഇരുന്ന് ഒന്ന് അതിനെക്കുറിച്ച് അത്യാവശ്യം പഠിച്ചപ്പോൾ കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. ഒന്നാമത്തെ കാര്യം എന്താ അറിയോ, ഈ സാബു ജേക്കബ് ഇത്രയും വലിയൊരു നുണയുടെ കൊട്ടാരാണ് കെട്ടിവെച്ചിരിക്കുന്നതെന്ന് എനിക്ക് ഈ 1 മണിക്കൂർ കൊണ്ട് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ പുറകെ പോയാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാനൊരു 2-3 ഉദാഹരണം പറയാം. ഈ സാബു ജേക്കബിൻ്റെ കമ്പനി ലിമിറ്റഡ് കമ്പനിയാണ്. ഈ ലിമിറ്റഡ് കമ്പനി മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് രജിസ്റ്റർ ചെയ്ത ഒരു ലിമിറ്റഡ് കമ്പനിയാണ്. അതിൻ്റെ കീഴിൽ 10 കമ്പനി സബ്സിഡറി കമ്പനിയുണ്ട്. നമ്മളെന്താ വിചാരിക്കുന്നത്, ഈ കേരളത്തിലുള്ള കിഴക്കമ്പലത്തുള്ള ഒരു ഫാക്ടറിയിൽ ഈ സാധനം മാനുഫാക്ചർ ചെയ്തിട്ട് അദ്ദേഹം അമേരിക്കയുടെ വിവിധ സ്ഥലങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു എന്നാണല്ലോ നമ്മൾ വിചാരിക്കുന്നത്. യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ അങ്ങനെയല്ല. എങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് അറിയോ, ഈ കിറ്റക്സ് USA LLC എന്ന് പറഞ്ഞിട്ട് ന്യൂ ജേഴ്സിയിൽ അമേരിക്കയിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് പുള്ളി എന്താ ചെയ്യുന്നതെന്ന് അറിയോ, ഇവിടെ നിന്ന് ഇപ്പോൾ 100 രൂപ വിലയുള്ള ഒരു ഡ്രസ്സാണ് നോക്കുക. ഇവിടെ ഇന്ത്യയിൽ ലിസ്റ്റഡ് കമ്പനിയാണെന്ന് ഓർക്കണേ. ഈ കമ്പനി എന്ത് ചെയ്യും, അമേരിക്കയിലേക്ക് ഒരു 25 രൂപയോ 20 രൂപയോ റേറ്റ് ഇട്ടിട്ട് എക്സ്പോർട്ട് ചെയ്യും. അപ്പോൾ എത്ര കൊണ്ടുവന്നാൽ മതി? അവിടുന്ന് ഇങ്ങോട്ട് 100 രൂപ കൊണ്ടുവന്നാൽ മതി. അപ്പോൾ അവിടെ 100 രൂപയ്ക്ക് 20 രൂപ കൊണ്ടുവന്നാൽ മതി. പക്ഷെ അവിടെ എത്രയായിരിക്കും വിൽക്കുന്നത്? വില കുറച്ചയക്കുന്നു. 20 രൂപ റേറ്റിലൊക്കെ അയക്കുന്നു, അവിടെ 100. അപ്പോൾ അവിടെ ആ സാധനം വിറ്റ് 100 രൂപ അവിടുത്തെ കമ്പനി കിട്ടുമല്ലോ. അപ്പോൾ അവിടെ കമ്പനീൻ്റെ ചിലവ് വരുമാനമൊക്കെ അയച്ചിട്ട് ബാക്കി പ്രോഫിറ്റ് മാത്രം ഇങ്ങോട്ട് അയച്ചാൽ മതി. ഇൻ്റർമീഡിയറി കമ്പനി എന്ന് പറയും. അപ്പം അങ്ങനെ അയച്ചാൽ മതി. എങ്ങനെയാണ്? പക്ഷേ പുള്ളി എന്താ അവിടെ ചെയ്യുന്നതെന്ന് അറിയോ, അവിടെ ആ സാധനം മുഴുവൻ അവിടെ എല്ലാ ഉടായ്പും കളിച്ചിട്ട് അവിടുത്തെ കമ്പനി നഷ്ടമാണ് പോലും. നമ്മൾ ഇത്രയും നാൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്, സാബുവിൻ്റെ അമേരിക്കയിൽ കമ്പനിയിൽ ഇവിടുന്ന് വിദേശ നാണ്യം ലഭിക്കാൻ വേണ്ടി കോടികളുടെ ഡ്രസ്സ് അങ്ങോട്ട് അയക്കുകയും അവിടുന്ന് കോടികൾ ലാഭം ഉണ്ടാക്കി ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ് വിചാരിക്കുന്നത്.
അവിടുത്തെ അമേരിക്കയിലെ കമ്പനി നഷ്ടമാണ് പോലും. അപ്പോൾ ഈ ഇവിടുന്ന് അങ്ങോട്ട് അയച്ച സാധനം ഉണ്ടല്ലോ, ഏത് കിക്ടെക്സിൻ്റെ പിന്നെ സാധനം ഇവിടെ മാനുഫാക്ചർ ചെയ്തിട്ട് ഇത് ഗാർമെൻറ്റ്സ് ഇവിടെ മാനുഫാക്ചർ ചെയ്ത് അമേരിക്കയിലേക്ക് അയക്കുമ്പോൾ അവിടുന്ന് ആ പൈസ ഇങ്ങോട്ട് തരാൻ അമേരിക്ക കമ്പനീൻ്റെ കയ്യിലില്ല പോലും. 118 കോടി രൂപയാണ് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം 24-25 118 കോടി രൂപ ഇന്ത്യയിലേക്ക് തരാനുണ്ട്. അത് അവിടുത്തെ കമ്പനി പൂട്ടിപ്പോയി. ഏത് അവിടെ കമ്പനി പൂട്ടിപ്പോയതല്ല, ആ കമ്പനി നഷ്ടമാണ്. അത് മാത്രമല്ല, അതിൽ ക്യാപിറ്റലായ കമ്പനിയുടെ 27 കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതും നഷ്ടമാണ് പോലും. അപ്പോൾ എന്താ സംഭവം? അപ്പം ഇത് നോർമലി RBIയുടെ പെർമിഷൻ എടുത്തിട്ടാണല്ലോ ഈ ഗാർമെൻറ്റ്സ് എക്സ്പോർട്ട് ചെയ്യുന്നത്, അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഓരോ വർഷം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ 100-150 കോടി വേവ് ഓഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് അമേരിക്കയിലെ കമ്പനി നഷ്ടമാണ്. ജസ്റ്റ് ED ഒരു നോട്ടീസ് കൊടുത്താൽ മതി. ഒരു നോട്ടീസ് കൊടുത്താൽ സാബു വിറയ്ക്കും. കാരണം എന്താണ്, ഇത് വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, എനിക്ക് സെബീൻ്റെ ഒരു നോട്ടീസ് തന്നിട്ടുണ്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ലിസ്റ്റഡ് കമ്പനി അല്ലേ, സെബീൻ്റെ നോട്ടീസ് എന്നോ. ഈ 26-ാം തീയതി 20-ാം തീയതി ഒരു ലെറ്റർ കൊണ്ട് സാബു സെബിയിൽ കൊടുത്തു. എത്രയാണെന്നറിയോ? 11 ലക്ഷം രൂപ ഫൈൻ അടച്ചിട്ട്. ഏത് ഒരെണ്ണം പോലും പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്യുന്നില്ല, ഒരു ഫോം പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്യില്ല, 15AH സബ്മിറ്റ് ചെയ്യുന്നില്ല, ഒന്നും സബ്മിറ്റ് ചെയ്യുന്നില്ല. എന്നിട്ട് എന്ത് ചെയ്യുന്നു, 11 ലക്ഷം കൊണ്ട് ഫൈൻ അടിച്ചേക്കുക. ഈ മാസം 20-ാം തീയതിയാണ് അവരെ ചാർട്ടർ അക്കൗണ്ടൻറ്റ് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, ലെറ്റർ പിന്നെ കമ്പനി സെക്രട്ടറി കൊണ്ടുവന്ന് ലെറ്റർ ഫയൽ ചെയ്തേക്കണേ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല, അങ്ങനെ ആരാണ് പിന്നെ ഞങ്ങൾ അങ്ങനെ ഒരു സാധനം ചെയ്തിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് ഇപ്പം അതിനെന്താ പറയുക, ഒരു അഡ്ജോയിൻറ്റിങ് അതോറിറ്റീനെ വെച്ചു. ഈ അതോറിറ്റീൻ്റെ പേരെന്നറിയോ, BJ ദിലീപ് എന്നാണ്. അദ്ദേഹം എന്തെന്ന് പറഞ്ഞാൽ അഡ്ജൂട്ടിംഗ് ഓഫീസർ. ഇതിന് വലിയ ഈ കമ്പനി വലിയ കള്ളത്തരം നടത്തുന്നുണ്ട്, ഇതിൽ ഷെയർ പാറ്റേണിൽ വലിയ കള്ളത്തരം നടത്തുന്നുണ്ട് പറഞ്ഞ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടാണ് ആര്, ഈ പറഞ്ഞ ദയാന ജോസഫ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ കമ്പനി സെക്രട്ടറി കമ്പനിയുടെ അതോറിറ്റിക്ക് ലെറ്റർ കൊടുത്തേക്കാണ്. ഇവരുടെ കമ്പനി സെക്രട്ടറി പറയാം. അപ്പം ഞാൻ പറയുന്നത് അറിയോ, ഞാനൊരു 2 മണിക്കൂർ ഇവിടെ ഇരുന്നപ്പോൾ കണ്ടെത്തിയ കാര്യമാണ് പറയുന്നത്, വെറും 2 മണിക്കൂർ. കാരണം അദ്ദേഹത്തിൻ്റെ കമ്പനീൻ്റെ പുറകെ പോകാനോ അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാരെ ഇതിൻ്റെ അകത്ത് പിന്നെ എന്താണ് പ്രസിദ്ധരാക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടല്ല. പക്ഷേ ഇത്രയും വലിയ ഒരു സാധാരണക്കാരനായ ഞാൻ വിചാരിച്ചപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് ഇത്രയും വലിയ ഒരു വയലേഷൻസ് കണ്ടെത്തിയാൽ, എന്നിട്ട് ഇവരുടെ കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത് എന്താണെന്നറിയോ, കമ്പനി സെക്രട്ടറി ഈ 118 കോടി ഇങ്ങോട്ട് കിട്ടാനുണ്ടല്ലോ, ആ കിട്ടാനുള്ളതിൻ്റെ അകത്ത് ഇവരുടെ ഓഡിറ്റ് പറയുന്നത് അറിയോ, മതിയായ തെളിവുകൾ കമ്പനിക്ക് ഇതുവരെ സബ്മിറ്റ് ചെയ്യാൻ. ഏത് 118 കിട്ടുമോ കിട്ടില്ലയോ എന്നുള്ളതിനുള്ള തെളിവ് പോലും ഇവരുടെ കയ്യിലില്ല. കാരണം അവിടെ ഒരു തട്ടിക്കൂട്ട് കമ്പനി ഉണ്ടാക്കി ഇവിടുന്ന് സാധനം എക്സ്പോർട്ട് ചെയ്ത് അവിടെ വിറ്റ് അവിടെ തന്നെ പൈസ ഉണ്ടാക്കി ഹവാലയിൽ കൂടിയോ മറ്റോ സ്ഥലത്ത് കൂടി ഇവിടെ കൊണ്ടുവരികയാണ്. ഇതാണ് സിമ്പിൾ കാര്യം. അതുകൊണ്ടാണ് ഇത് കേരളം അതിന് പറ്റിയ സ്ഥലമല്ല. എന്നിട്ട് വേറൊരു രസം അറിയോ നിങ്ങൾക്ക്, അതിനേക്കാളും വലിയ രസം മദർ കെയർ എന്നാണ് അമേരിക്കയിൽ ഇതിനറിയപ്പെടുന്നത്. മദർ കെയർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ, ഇവിടെ പല സ്ഥലത്ത് കുടിൽ വ്യവസായം പോലെ ഈ പറയുന്ന സ്ഥാപനങ്ങൾ നടത്തുകയും അമ്മമാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പോലും ഈ ഗാർമെൻറ്റ്സ് ഇവിടെ നടത്തുന്നത്, അമ്മമാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ വീടുകളിൽ കുടിൽ വ്യവസായം പോലെ നടത്തുകയാണ്. അപ്പം അമ്മയ്ക്ക് എന്താ മുലയൂട്ടുന്ന അമ്മയ്ക്കുണ്ടെങ്കിൽ ഈ ഗാർമെൻറ്റ്സിൻ്റെ അവിടുന്ന് വേഗം മുലയൂട്ടുന്ന സമയത്ത് കൊച്ചിന് പോയി മുല കൊടുത്ത് തിരിച്ച് വരാനുള്ള സമയം 500 മീറ്ററിനുള്ളിലാണ് പോലും ഈ സ്ഥാപനങ്ങൾ നടക്കുന്നത്. അങ്ങനെ 20 ലക്ഷം സ്ക്വയർ ഫീറ്റുള്ള പിന്നെ ഏരിയകളാണ്. അങ്ങനെയാണോ കേരളത്തിൽ കമ്പനി നടത്തിക്കൊണ്ട് പോകുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അടുത്തെന്താ പറയുന്നത് അറിയോ, അടുത്തെന്ന് പറയുന്നത് ഈ പിന്നെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, GOTS എന്ന് പറഞ്ഞിട്ടുണ്ട്, ഗ്ലോബൽ ഓർഗാനിക് ടെക്സ്റ്റൈൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ഐറ്റംസ് മാത്രമേ എക്സ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഈ ഓർഗാനിക് ഐറ്റംസ് ആണോ സാബു ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അമേരിക്കയിൽ ഈ GOTS എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷൻ എടുത്താണ് എക്സ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയിലേക്ക്. GOTS എന്ന് പറയുന്നത് ഓർഗാനിക് ഐറ്റംസ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ഒരു കെമിക്കലും അതിൻ്റെ അകത്ത് പാടില്ല, അതിൻ്റെ അകത്ത് എന്താണ് നമ്മൾ പെയിൻറ്റിങ് പാടില്ല, അതിൻ്റെ അകത്ത് കളർ ചേർക്കാൻ പാടില്ല, അങ്ങനെയുള്ള സാധനമാണ് പുള്ളി അമേരിക്കയിൽ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അമേരിക്കയിൽ ചെന്നിട്ട് വേറൊരു കഥ ഉണ്ടാക്കിയേക്കാണ്. ഒരു കഥ ഉണ്ടാക്കിയിട്ട് ഇതാ കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഇവിടുത്തെ ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന 2020 എന്നൊരു സ്ഥാപനമുണ്ട്. അതാണ് ഇവിടുത്തെ 2020 അല്ല അമേരിക്കയിൽ 2020. അവിടുത്തെ എന്താ ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു 2020 എന്ന് പറയുന്ന സംവിധാനം കിഴക്കമ്പലത്തെയും ആ പ്രദേശത്തുള്ള ജനങ്ങളെ മുഴുവൻ ഉദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുന്നത് അറിയോ, അയ്യോ ജിമ്മി സാർ നേരത്തെ പറഞ്ഞല്ലോ 1 രൂപയ്ക്ക് പാല് കൊടുക്കുന്നു, 1 രൂപയ്ക്ക് അരി കൊടുക്കുന്നു, ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കണ്ടില്ലേ, എന്തൊരു നല്ല മനുഷ്യൻ സാബു ജേക്കബ്. അവിടെ കോടികൾ ഉണ്ടാക്കാമെന്ന് അമേരിക്കയിൽ പോയിട്ട്. എന്നിട്ടാണ് പറയുന്നത് അതാണ് ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. സാധാരണ യൂറോപ്പിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടുന്ന് കോഫിയൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് യൂറോപ്പിലൊക്കെ ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാർ, ബാക്ക്വേർഡ് ആയ ഡിസ്ട്രിക്റ്റുകളിലും ബാക്ക്വേർഡ് ആയ സ്ഥലങ്ങളിലും പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് വേണ്ടിയിട്ട് അവിടെ കിട്ടുന്ന ലാഭത്തിൻ്റെ 15-70% കൊടുത്തുകളയും.
കാരണം അവർ 100 രൂപ വിറ്റാൽ കിട്ടുകയാണെങ്കിൽ അവർക്ക് 100 രൂപ ലാഭം ഉണ്ടെങ്കിൽ അതിൻ്റെ 70% ഒരു 30% എടുക്കുകയുള്ളൂ. ബാക്കി 70% എന്ത് ചെയ്യും? ഈ ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടിയിട്ട് പാവങ്ങളെ ഉദ്ധരിക്കാൻ വേണ്ടി കൊടുക്കും. അങ്ങനെ കിട്ടുന്ന പണമുണ്ട്. അപ്പോൾ ഈ അമേരിക്കയിൽ ചെന്നിട്ട് എന്നറിയാം, കേരളത്തിൽ ഞാനത് മദർ കെയർ നടത്തുന്നു, ഞാനിവിടെ ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കഥയുണ്ടാക്കി അവിടെ കിറ്റെക്സ് USA LLC എന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കി ആ കമ്പനിയിലുള്ള എല്ലാ കച്ചവടം നടത്തിയിട്ട് ഇവിടുന്ന് ആ കമ്പനിയിലേക്ക് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് എന്താ പറയുന്നത്? ഞാൻ കണ്ടില്ലേ, ഞാനാണ് കേരളത്തിലെയും സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ എക്സ്പോർട്ട്. സുനിൽ പറഞ്ഞാണ് കറക്റ്റ് കാര്യം. അവിടുത്തെ കമ്പനി പൊട്ടിപ്പാളീസായിട്ടാണത് അമേരിക്കയിലെ. എന്നിട്ട് സാബു ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടെ, ഞാൻ 118 കോടി രൂപേൻ്റെ ലോസ് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടില്ല. അമേരിക്കയിൽ ഈ പറയുന്ന 27 കോടി ക്യാപിറ്റൽ ഉണ്ടാക്കിയത് അത് നഷ്ടപ്പെട്ടു, 118 കോടി ലോസുമായി. ഏകദേശം ഒരു വർഷം 130-140 കോടി രൂപ അവിടെ ലോസായി. അതുപോലും അടയ്ക്കാൻ എൻ്റെ കയ്യിലില്ല. അതെനിക്ക് വേവ് ഓഫ് ചെയ്ത് തരണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാബു. അത് തിരിച്ചു കിട്ടുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഇവിടെ സാബുവിൻ്റെ അവസ്ഥ. പിന്നെ സാബു BJP വിളിക്കേണ്ട കാര്യമുണ്ടോ? നോട്ടീസ് കിട്ടുമ്പോഴും ആ നോട്ടീസിൽ എഴുതി വെച്ചിരിക്കുന്ന ഭാഗങ്ങൾ കണ്ടാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. GST വയലേഷൻ സാബുവിന് നോട്ടീസ് ഉണ്ടോ നോക്കിക്കേ. ഈ പറയുന്ന പൈസ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സാധനം ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്താൽ ആ ബില്ല് ഓഫ് മെറ്റീരിയലിന് എത്രയാണോ എമൗണ്ട് ഫിക്സ് ചെയ്തത് ആ എമൗണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം. മനസ്സിലായോ? അത് വരാതെ അത് വേവ് ഓഫ് ചെയ്യണം പറഞ്ഞിരിക്കുന്നത്. അതാണ് ഫെമ വയലേഷൻ എന്ന് പറയുക. അതിനാണ് പറയുക ഫെമ വയലേഷൻ. ഞാൻ വിചാരിച്ചു എന്തിനാണ് കേരളത്തിലെ എത്രയോ ആൾക്കാർക്കെതിരെ ED നോട്ടീസിന് റിപ്പോർട്ട് ചെയ്ത് വാർത്ത കൊടുക്കുന്ന ഇല്ലേ? എത്ര ആൾക്കെതിരെ ED വാർത്ത ഈ ED നോട്ടീസ് കണ്ടപ്പോൾ സാബു ഇങ്ങനെ അടുത്ത് പൊട്ടിത്തെറിക്കുന്നത് എന്താ ഞാൻ വിചാരിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ മാറി എന്നെ ഇരുന്ന് ഇങ്ങനെ പള്ളു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ടർ TVയുടെ പള്ളു പറയുന്നു, എല്ലാ ചാനലുകളും കൊടുത്തിട്ടുണ്ട്. അപ്പം അടുത്ത കാലത്ത് ഒരു പ്രവണതയാണ് കേട്ടോ, ഏത് വാർത്ത ബ്രേക്ക് ചെയ്താലും നമുക്ക് കിടക്കപ്പുറത്തി ഉണ്ടാവില്ല. ഏത് വാർത്ത ചെയ്താലും അതേ അവസ്ഥയാണ് സാബുവിൻ്റെ. അപ്പം സാബു ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനെന്തായിരിക്കും ഒരു ED നോട്ടീസ്? കാരണം സാബു എന്താ പറയുന്നത്, ഒരു വ്യവസായ സ്ഥാപനം നടക്കുമ്പോൾ ED നോട്ടീസ് തരും, RBI നോട്ടീസ് തരും, SEBI നോട്ടീസ് തരും, GST നോട്ടീസ് തരും. ഇതിനൊക്കെ ഞങ്ങൾ മറുപടി. അങ്ങനെ ഡെയിലി നോട്ടീസ് കിട്ടുന്ന സാബുവിന് ഒരു ED നോട്ടീസ് കിട്ടിയതിൻ്റെ വാർത്ത വന്നു വിചാരിച്ച് എന്താ സംഭവിക്കാനുള്ളത്? എന്തെങ്കിലും സംഭവിക്കാനുണ്ടോ? ഒന്നും സംഭവിക്കാനുള്ള സാബു ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുക. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, ഇപ്പോൾ സുനിലും നിങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ ND അങ്ങോട്ട് വിളിക്കണ്ട, പുള്ളി തന്നെ നേരെ പോയി അങ്ങോട്ട് പറയും ഞാൻ NDയിലേക്ക് ചേരുകയാണ്. കാരണം എന്താ? കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു നോട്ടീസിൻ്റെ വാല്യൂ അത്രയുണ്ട്. ഒരു ED നോട്ടീസ് എന്താണെന്ന് സാബു തന്നെ പറയുക. ED നോട്ടീസ് കിട്ടിയാൽ തൂക്കിക്കൊല്ലാൻ വയ്ക്കില്ല, പക്ഷേ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. തൂക്കിക്കൊല്ലാൻ വയ്ക്കില്ല, ജയിലിൽ പോയി കിടക്കും. അതിന് തൻ്റെ ഇടം ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഓക്കെ. പിന്നെ നിങ്ങൾ എന്താ വാർത്ത കൊടുത്ത് നാളെ രാവിലെ ചോദ്യം ചെയ്ത് വാർത്തയ്ക്ക് മറുപടി ചോദ്യം ചോദിക്കുമ്പോൾ ED നോട്ടീസ് കിട്ടിയെന്നോ ചോദ്യം ചോദിക്കുമ്പോൾ പറയാം നിങ്ങൾ രാവിലെ നോട്ടീസ് കിട്ടുമ്പോൾ നോക്കിക്കോ, ആ നോട്ടീസ് സഹിച്ചു സാവൂ. അങ്ങനെയുള്ള നോട്ടീസ് കാണിച്ച് നമ്മളെ പേടിപ്പിക്കാതിരിക്കേണ്ട. ഇതിനേക്കാളും വലിയ നോട്ടീസ് നമ്മൾ അത്യാവശ്യം കണ്ടിട്ടാണ് ഈ കസേരയിൽ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പേടിപ്പിക്കൊന്നും വേണ്ട. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, സാബുവിനെ പോലെ ചെറിയ രീതിയിൽ ഒരു വാർത്ത വരുമ്പോൾ ഇങ്ങനെ പേടിക്കുന്നുണ്ടെങ്കിൽ BJPൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന EDൻ്റെ ഭാഗത്തുനിന്ന് നോട്ടീസ് കിട്ടിയ എന്താ അവസ്ഥ ആയിരിക്കും? ഇത് ചെറിയ പൈസയല്ലെന്നേ ഞാൻ പറയുന്നത്. 10,000, 1,000, 1,500 കോടി രൂപ എക്സ്പോർട്ട് ബിസിനസ് നടത്തുന്ന കമ്പനിയാണ് ഈ കാര്യം പറയുന്നത്. ഒന്നും രണ്ടും പൈസയല്ല. അപ്പോൾ ഇത്രയും പൈസ വയലേഷൻ. അപ്പം ഞാൻ പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ വീണ വിജയൻ്റെ കേസിനൊക്കെ നമ്മൾ 60 കോടി 40 കോടി എന്ന് പറഞ്ഞാൽ എത്ര ദിവസമാണ് ചർച്ച ചെയ്ത കേരളത്തിൽ? ഇദ്ദേഹം രാഷ്ട്രീയ പാർട്ടി തന്നെയാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? 40 കോടി എത്ര ദിവസമാണ് കേരളം ചർച്ച ചെയ്തത് അല്ലേ? ഇൻകം ടാക്സ് വേവ് ഓഫ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇത് 118 കോടി ഒരു വർഷം, 27 കോടി അടച്ചത് പോയി. അപ്പോൾ ഇത്രയും ഉണ്ട്. അപ്പോൾ ഇത് മാത്രമോ? ഇനി ഞാൻ പറയുന്നത് ഈ 1 മണിക്കൂർ കൊണ്ട് ഇത്രയുണ്ടെങ്കിൽ ഇവരൊരു 4 വർഷത്തെ വെറുതെ ബാലൻസ്. ഞാനതാണ് പറഞ്ഞത്. ഇപ്പോൾ സാബു തന്നെ പറയുക, വളരെ കൂളായിട്ട് പറയുകയാണ്. എന്നോട് ചോദിച്ചത് എന്താ, 5 വർഷത്തെ ബാലൻസ് ഷീറ്റ്, 5 വർഷത്തെ ബാലൻസ് ഷീറ്റ് എടുത്ത് ഹാജരാക്കാനാണ് പറഞ്ഞത്. 1 വർഷത്തെ ബാലൻസ് ഷീറ്റ് കണ്ടപ്പോൾ എനിക്ക് ഇത്രയും മനസ്സിലായി. 1 വർഷത്തെ ബാലൻസ് ഷീറ്റ് കണ്ടപ്പോൾ മനസ്സിലായി. 1 വർഷം 2 ഉദ്യോഗസ്ഥന്മാർ 2 സ്റ്റാഫിനെ വിളിച്ചപ്പോൾ എനിക്ക് ഇത്രയും മനസ്സിലായി. അപ്പം EDക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? 5 വർഷത്തെ ബാലൻസ് ഷീറ്റ് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞാൽ 2018 ശേഷം എന്നിട്ട് പറയാൻ അറിയോ, ഇത് വ്യവസായം ഇങ്ങനെ നഷ്ടത്തിലാവുന്ന സമയത്ത് അവിടെ പൊട്ടും. അത് ശരിയാ, അവിടെ പൊട്ടും. പക്ഷേ ഇന്ത്യയിലെ നിയമപ്രകാരം അങ്ങനെ പറ്റത്തില്ല. ഇന്ത്യയിലെ നിയമപ്രകാരം ബിസിനസ് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു, സാബു കേരളത്തിൽ നിന്ന് തെലങ്കാനയിലേക്ക് പോയല്ലോ. ഇവിടെ എന്തോ വ്യവസായ സൗഹൃദമല്ല, ഇവിടെ ആരും ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. എന്താ സംഭവം ശരിക്കും? ആക്ച്വലി നടന്നത് എന്താ, ഈ സാബുവിന് 18,000 20,000 രൂപ റേഞ്ചിലുള്ള ജോലിക്കാരെ കിട്ടണം. അത് കേരളത്തിൽ കിട്ടില്ല. അവർക്ക് വേണ്ടത് എന്താ, അവർക്ക് ആന്ധ്രയും തെലുങ്കാനും ഗുജറാത്തിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും ബംഗാളിൽ നിന്നൊക്കെ ആളെ കിട്ടുള്ളൂ. അപ്പോൾ അതിന് പറ്റിയ സ്ഥലത്ത് കൊണ്ടുപോയി അവരാ സ്ഥാപനം വെക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിന് കേരളത്തിൽ എന്താണ് വലിയ രീതിയിൽ ഇത് പറയുകയാണ്, എന്ത് കേരളത്തിൽ വ്യവസായ യോഗ്യമല്ല, കേരളത്തിൽ വ്യവസായം ചെയ്യാൻ പറ്റുന്നില്ല, വ്യവസായികളെ ഉപദ്രവിച്ചുകൊണ്ട് ഈ പറയുന്ന 10-25 വർഷം കേരളത്തിൽ നടന്ന് വളർന്ന് ഈ ലെവലിലെത്തിയ കിറ്റെക്സാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവരുടെ അച്ഛൻ്റെ കാലത്ത്, കിറ്റെക്സ് സാബുവിൻ്റെ അച്ഛൻ്റെ കാലത്തുണ്ടായ സ്ഥാപനമാണ്. ആ സ്ഥാപനം വളർന്ന് ഇത്ര എത്തിക്കഴിഞ്ഞപ്പോഴാണ് സാബുവിന് മനസ്സിലായത് എന്ത്, ഇത് വ്യവസായ സ്ഥാപനമല്ല, ഇതിനെ
ഇതിന് യോഗ്യമല്ല, ഇതിന് വ്യവസായ സൗഹൃദമല്ല, ഇത് വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടുന്ന് പൂട്ടി. എന്നിട്ട് എങ്ങോട്ടാണ് പോയേ? എന്നിട്ട് തെലുങ്കാന പോയിട്ട് എന്താ ചെയ്തേ? അയ്യോ, കൈക്കൂലി 100 രൂപ കൊടുക്കൂല എന്ന് പറഞ്ഞ സാബുവാണ് 25 കോടി രൂപ BJPക്ക്, അല്ല സോറി, ഈ പറഞ്ഞ BRS കൊടുത്തത്. 25 കോടിയാണ്, 1-2 പൈസയല്ല, 25 കോടി BRS അക്കൗണ്ടിൽ കൊടുത്തു. അപ്പോൾ അവരെന്ത് ചെയ്തു? 25 കോടി രൂപ വാല്യുള്ള പ്രോപ്പർട്ടി കൊടുത്തിട്ടുണ്ടാവും. നോർമലി ചിന്തിച്ചാൽ പോരെ, 25 കോടി രൂപ പ്രോപ്പർട്ടി. അവിടെ ഒരു ഫാക്ടറി എടുത്തിട്ട് പറയുകയാണ്, എന്തൊരു നല്ല വ്യവസായ സൗഹൃദം, എന്തൊരു നല്ല വ്യവസായ സൗഹൃദം. ഇത്രയും വലിയൊരു നുണ പറയുന്ന ഒരാൾ, ഇതുപോലെ രാഷ്ട്രീയ പാർട്ടി പൊളിയായിരുന്നു നന്നായിട്ടോ. ഇത്രയും നാൾ പോയല്ലോ അത്. ഞാൻ പറയുന്നത് അറിയോ, ഈ കിഴക്കമ്പലത്ത് ഈ 4 പഞ്ചായത്ത് ജനങ്ങളുടെ അവസ്ഥ. കാരണം ഞാൻ പറയുന്നത് തെറ്റൊന്നുമില്ല. കാരണം എന്താ പറയുക, ഈ നാട്ടുകാരെ പറ്റിച്ച് കൊണ്ടുള്ള സാധനം കുറച്ച് ആൾക്കാർക്ക് വീതം വെച്ച് കൊടുക്കുന്നതിന് കണ്ടാൽ മതി, അതിനൊക്കെ അപ്പുറത്തൊന്നും കാണണ്ട. ഇവരെയൊക്കെ വിറ്റിട്ട് തന്നെയാണ് അമേരിക്കയിൽ ഈ പൈസയൊക്കെ കൊണ്ടുവരുന്നത്. അവിടെ ഹ്യൂമൻ റൈറ്റ്സ് ആണ്, അവിടെ ഞങ്ങൾ ചാരിറ്റി പ്രവർത്തനമാണ് നടത്തുന്നത്, അവിടെ ഞങ്ങൾ പിന്നെന്താണ് ഈ കേരളത്തിലെ സാധാരണക്കാരൻ്റെ ഉന്നമനത്തിന് വേണ്ടി അങ്ങനെ പൈസ തന്നെയാണ് ഇവിടെ കൊണ്ട് ഉപദ്രവിച്ചത്. അതുകൊണ്ട് അവിടുത്തെ ആൾക്കാരും വിഷമിക്കേണ്ട. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കിയോ, നിങ്ങൾ ഇപ്പോഴെങ്കിലും ഇദ്ദേഹത്തെ തിരിച്ചറിഞ്ഞത് നിങ്ങളുടെ നല്ല കാലം എന്നുള്ളത് മാത്രം കണക്കാക്കിയാൽ മതി. അതിനപ്പുറത്തേക്ക് ഒരു ഇഞ്ച് പോകാനില്ല. സാബുവിനോടൊരു കാര്യം പറയാം, സാബു, നിങ്ങൾ ഇത് കണ്ട് പേടിക്കണ്ട. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതോ അല്ലെങ്കിൽ ബിസിനസ്സാണ് നടത്തുക, ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കൂ. ഒന്നിൽ ബിസിനസ് നടത്തുക, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക. ഇത് രണ്ടും കൂടെ കൂട്ടി കഴിച്ചിട്ട് എനിക്ക് ബിസിനസ് കൊണ്ടുപോകണം, എനിക്ക് നോട്ടീസും വരാൻ പാടില്ല, എനിക്ക് കാര്യങ്ങളൊന്നും നടത്താൻ പാടില്ല, എനിക്ക് നേതാക്കന്മാരെയൊന്നും കാണാൻ പാടില്ല പറയും. ഇപ്പറേ കൂടെ ഞാനാണ് കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായി എന്ന് പറയുകയും ചെയ്യുന്നത് നമ്മൾ യോജിക്കില്ല. ഏതെങ്കിലും ഒന്ന് നടത്തുമോ, ഒന്നില്ല രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ ബിസിനസ്. അതോടുകൂടി നിങ്ങളുടെ പ്രശ്നം അവസാനിക്കും. ശരി, പേടിപ്പിച്ച് ചാടിച്ചു എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. യെസ് എന്നാണ് 4 പേരും ഒരുപോലെ അഭിപ്രായം. Meet the editors.